അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് SSLC പരീക്ഷ കഴിഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷ കഴിഞ്ഞതിൻ്റെ ചൂടിലാണ്. ഇനി റിസൾട്ടിലേക്ക് എത്താനുള്ള ഒരു ആവേശത്തിലാണ്. തൻ്റെ മാർക്കുകൾ എന്തായിരിക്കും, അത് പ്രതീക്ഷിച്ചതുപോലെയാണോ എന്താണോ എന്ന് ഓരോ വിദ്യാർത്ഥികളുടെ മനസ്സിനകത്തും വല്ലാതെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ ഇന്ന് SSLC പരീക്ഷ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നെഞ്ചു നീറി നിന്നത് ഓരോ സ്കൂളിലെയും പ്രധാന അധ്യാപകരും മറ്റു അധ്യാപകരുമാണ്. മാത്രമല്ല, ഓരോ സ്കൂളിൻ്റെ വരാന്തരങ്ങളിലും ഗ്രൗണ്ടുകളിലും ഗേറ്റിന് പുറത്തുമായിട്ട് രക്ഷിതാക്കളുടെ നിരകളാണ് നമ്മൾ കണ്ടത്. ഓരോ വിദ്യാർത്ഥികളെയും തൻ്റെ മകനെ എനിക്ക് സുരക്ഷിതമായി എൻ്റെ വീട്ടിലെത്തിക്കണം, തൻ്റെ മകളെ സുരക്ഷിതമായി എനിക്കെൻ്റെ വീട്ടിലെത്തിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ഓരോ രക്ഷിതാക്കളും തൻ്റെ വീട്ടിലുള്ള വാഹനവുമായിട്ട് ഗേറ്റിൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഇന്നേ വരെ എഴുതാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലായിരുന്നു ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ഓരോ വിദ്യാർത്ഥികളും തൻ്റെ വീട്ടിലേക്ക് പോയത്. നമ്മളെല്ലാവരും ആ വാർത്തകൾ കണ്ടവരാണ്, ന്യൂസുകൾ കണ്ടവരാണ്. ഓരോ അധ്യാപികമാരും ഓരോ അധ്യാപകരും സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൂടെ ഓരോ വിദ്യാർത്ഥികളെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. തൻ്റെ ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥികളെ പിടിച്ചിട്ട്. എന്തിനായിരുന്നു? അവരുടെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ അല്ലാതെ വിടില്ല എന്ന് വരെ പറഞ്ഞ പ്രധാന അധ്യാപികമാരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. മനസ്സിലാക്കണം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷ കഴിഞ്ഞുള്ള ഒരു പോക്കുണ്ടായത്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും സെൻഡ് ഓഫുകൾ ഉണ്ടായിരുന്നു, കലാലയങ്ങളിൽ നിന്ന് പടിയിറങ്ങുന്ന അവസരങ്ങളുണ്ടായിരുന്നു. എല്ലാം ഉണ്ടായപ്പോഴും തേങ്ങലുകളും സങ്കടത്തിൻ്റെ കഥകളും അതുവരെയുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും വലിയ ബന്ധങ്ങളായിരുന്നു ഓരോന്നും കണ്ടിരുന്നത്. നല്ല ഭക്ഷണം കഴിച്ച് ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂട്ടി, ടീച്ചേഴ്സിനെ ഒരുമിച്ച് കൂട്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് മധുരപ്പങ്ങൾ പങ്കിട്ട് ഒരു നിമിഷം തൻ്റെ ആ ഒരു കലാലയ ജീവിതത്തിലുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ട് അവിടെ ഒരു ആനന്ദ കണ്ണീരും സന്തോഷത്തിൻ്റെ സങ്കടങ്ങളുടെ ഒരു വല്ലാത്ത പേമാരിയായിരുന്നു അവിടെ പെയ്തു വീണിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കലാലയങ്ങൾ പൂട്ടുമ്പോൾ, സെൻഡ് ഓഫുകൾ നടക്കുമ്പോൾ ദിവസങ്ങൾക്ക് അകലെയുള്ള വൈരാഗ്യങ്ങൾ തീർക്കുന്ന ഇടങ്ങളായിട്ടാണ് ഇന്ന് പല സെൻഡ് ഓഫുകളും പിരിഞ്ഞു പോക്കുകളും കാണപ്പെടുന്നത്. അവനെ ഞാൻ തീർക്കും, അവനെ ഞാൻ കൊല്ലും എന്നുള്ള ചിന്തയിലേക്കാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ഓരോ വിദ്യാർത്ഥികളും ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ മൈൻഡുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലേക്കാണ് ഇന്ന് നമ്മുടെ കലാലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓരോ കലാലയങ്ങളും എടുത്തു നോക്കിയാൽ ഇതെന്താണ്, ഒരു വർഗീയ കോട്ടയാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഇന്ന് ഓരോ കലാലയങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് ലഹരിയുടെ കോട്ടയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും രീതികളിലാണ് ഓരോ കലാലയങ്ങളും ഓരോ സ്ഥാപനങ്ങളും ഓരോ വിദ്യാലയങ്ങളും ഇന്ന് ഉയർന്നു നിൽക്കുന്നത്. നമ്മൾ വളരെ ചിന്തിക്കണം. ഇന്ന് നമ്മൾ പരീക്ഷ കഴിഞ്ഞു പോകുന്ന മക്കളുടെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ പുറത്ത് കാണാനിടയായി. കാരണം എക്സാം കഴിഞ്ഞിട്ട് അവരെ പാരൻസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്, അല്ലാതെ നിൽക്കുന്നവരുണ്ട്, ഒക്കെയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പല ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ തൻ്റെ സ്വന്തം ഷർട്ട് വലിച്ചു കീറിയിട്ട് അവിടെ നിന്ന് ആഹ്ലാദ പ്രകടനം നടത്തുക. ഒരു വേദനയുമില്ലാതെയാണ് എൻ്റെ പ്രിയമുള്ളവരെ ആ വിദ്യാർത്ഥികൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു, മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ സംസാരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് പോലെയാണ് പല കലാലയങ്ങളുടെ മുമ്പിലും കാണപ്പെടുന്നത്. മഷി തേക്കണ്ടേ, നമുക്കങ്ങനെ കാട്ടണ്ടേ, നമുക്കെന്താ അടിച്ചു പൊളിക്കണ്ടേ, ഈ രൂപത്തിനപ്പുറം നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് മക്കളെ നല്ലത് എന്ന് വോട്ട് ചെയ്യപ്പെടുന്ന ഒരു ചാനൽക്കാരൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ വിദ്യാർത്ഥികൾ എത്രയെത്ര സന്തോഷമുണ്ടായിരുന്നു ആ വിദ്യാർത്ഥികളുടെ മനസ്സിനകത്ത്. ഇപ്പോൾ പരീക്ഷ ഇങ്ങനെ എഴുതി ഇറങ്ങി വരുന്ന മക്കൾ, ആ മക്കളോട് ചോദിക്കുകയാണ് ഓരോ ചാനലുകാരും, നമുക്കെന്താ ആഹ്ലാദം പ്രകടിപ്പിക്കണ്ടേ, ഇത് കാട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താ വിഷമമുണ്ടോ, അങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ പകരം ഒരു നന്മയുടെ വാക്യമാണ് ചാനലിന് മൈക്യം പിടിച്ച് നടക്കുന്ന ആളുകൾ ചോദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നെൻ്റെ പ്രിയമുള്ളവരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഓരോ മക്കളോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിഷമല്ലേ, അധ്യാപകർ ഈ ഒരു തീരുമാനം, നിയമം ഈ ഒരു തീരുമാനം വന്നതുകൊണ്ട് വല്ലാതെ ആഹ്ലാദം പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വേദനയുണ്ടോ, സങ്കടങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഞങ്ങളത് ചെയ്യും, ഞങ്ങളവിടെ അടിച്ചു പൊളിക്കും, മലപ്പുറത്തെ പിള്ളേരല്ലേ. ഇങ്ങനെയൊക്കെ പല വിദ്യാർത്ഥികളുടെ ഒരു വൈകാരികമായ സ്വഭാവങ്ങൾ പുറത്തു വരുന്നു.
ഒരിക്കലും തന്നെ ഒരു സമൂഹത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിക്കുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളും പുറത്തു വരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഓരോ വാക്യങ്ങൾ അതിലൂടെ നമുക്ക് കുട്ടികളുടെ ഓരോ വാക്കിലൂടെ നമുക്കത് മനസ്സിലാക്കണം. നമ്മൾ ഈ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറിയിട്ട് അവിടെ ഓരോ ആഹ്ലാദ പ്രകടനം നടത്തിയ മക്കളെന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ്, വാപ്പയും ഉമ്മയും എങ്ങനെയാണ് നിങ്ങൾക്ക് ആ വസ്ത്രം വാങ്ങിത്തന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരുടെ ഓരോ വിയർപ്പിൻ്റെ ഗന്ധങ്ങളും ഈ പളപളപ്പിൻ്റെ ഈ വസ്ത്രത്തിൻ്റെ, നമ്മൾ വെള്ള കാണുമ്പോൾ, ചുവപ്പ് കാണുമ്പോൾ, നമ്മൾ നല്ല കള്ളി വസ്ത്രങ്ങൾ കാണുമ്പോൾ അതൊക്കെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചേർത്ത് നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിറകിൽ നമ്മുടെ വാപ്പാൻ്റെയും ഉമ്മയുടെയും വിയർപ്പിൻ്റെ ഗന്ധങ്ങളുണ്ട് എന്ന് നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എത്രയോ രക്ഷിതാക്കൾ കണ്ണീരൊഴുക്കി പറയാറുണ്ട്, ഉസ്താദേ, എൻ്റെ മകനൊരു യൂണിഫോം വാങ്ങാൻ ഇന്നെനിക്ക് കഴിയുന്നില്ല, എൻ്റെ മകന് പഠിപ്പിക്കാൻ ഫീസ് കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല, വല്ലാത്ത പ്രയാസത്തിലാണെന്ന് വേദനയോടെ എത്ര രക്ഷിതാക്കളാണ് പറയുന്നത്. മക്കളത് അറിയുന്നുണ്ടോ? ഒന്നും വേണ്ട, വിദേശത്ത് പോയിട്ട് കഷ്ടപ്പെടുകയാണ് നമ്മുടെ രക്ഷിതാക്കൾ. ആ രക്ഷിതാക്കളുടെ വിയർപ്പ് പോലും മനസ്സിലാക്കാൻ ഇന്ന് നമ്മുടെ മക്കൾക്ക് കഴിയുന്നില്ല. ഓരോ മക്കളും വീട്ടിൽ പോയിട്ട് ഉമ്മാനോട് പറയാണ്, എനിക്കിന്ന സാധനം വേണം, എനിക്കിന്ന കാര്യം വേണം, സൈക്കിൾ വേണം, എനിക്ക് വാഹനം വേണം, സ്കൂട്ടി വേണം, എനിക്ക് സ്കൂളിൽ എത്ര പൈസ വേണം, സെൻഡ് ഓഫിന് വേണം, വസ്ത്രം മേടിക്കാൻ വേണം, ഷൂ മേടിക്കാൻ വേണം, മുടി വെട്ടാൻ വേണം. ഇതൊക്കെ പറയുമ്പോൾ ഉമ്മ വാപ്പാനോട് പറയാണ്, എൻ്റെ കുട്ടിക്ക്, നമ്മളെ കുട്ടിക്ക് ഇത്ര പൈസ വേണത്തരേ വാപ്പ, എൻ്റെ മകൻ അത് ഒരു നല്ല രൂപത്തിലാകും ഉപയോഗിക്കുക എന്ന് വിചാരിച്ചിട്ട്, തൻ്റെ മകൻ നന്മയുടെ പക്ഷമാണ്, ഞാനൊന്ന് തളർന്ന് കിടക്കുമ്പോൾ എനിക്കൊന്ന് നോക്കാനുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് വാപ്പ പറയും, എടുത്ത് കൊടുത്തേക്ക്, ഇയാൾ കൊടുത്തേക്ക്, ഓനതുകൊണ്ട് പൊയ്ക്കോട്ടെ അല്ലേ? ഇങ്ങനെ ഓരോ വാപ്പമാരും പറയും. പക്ഷേ മക്കളത് എന്താണ് ചെയ്യുന്നത് എന്ന് പോലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അറിയുന്നില്ല. നമ്മളെ രക്ഷിതാക്കൾ അറിയുന്നില്ല. ആ രൂപത്തിലാണ് ഇന്ന് കണ്ട ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ആ ഒരു വാർത്ത. നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട, വളരെയധികം നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന വിഷയമായിരുന്നു അത്. കണ്ടപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. ആ മാതാപിതാക്കൾ എത്ര വേദന സഹിച്ചിട്ടാണ്, വിയർപ്പൊഴുക്കിയിട്ടാണ് ആ ഒരു വസ്ത്രം ആ മക്കൾക്ക് വാങ്ങിക്കൊടുത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളുടെ കഷ്ടപ്പാടിൻ്റെ രുചിയും വിയർപ്പിൻ്റെ ഗന്ധവും ഇന്ന് നമ്മുടെ മക്കൾ അറിയുന്നില്ല. അതുകൊണ്ടാണ്, അത് കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോയി. ജപ്പാനിലെ സ്കൂൾ സിലബസിൽ ഒരു പീരിയഡ് മാറ്റി വെച്ചിട്ടുള്ളത് തൻ്റെ മക്കൾക്ക് രക്ഷിതാക്കളെ ഒന്ന് അറിയിച്ചു കൊടുക്കുക എന്നതാണ്. അവരുടെ അധ്വാനം, അവരുടെ കഷ്ടപ്പാട്, അവരുടെ വിഷമങ്ങൾ ഇത് അറിയിക്കാൻ വേണ്ടി ഒരു പീരിയഡ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അവിടുത്തെ സിലബസ്. നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ആ ഒരു നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ, ആ ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്നിരുന്നെങ്കിൽ പല മക്കൾക്കും എൻ്റെ വാപ്പ എത്രത്തോളമാണ് കഷ്ടപ്പെടുന്നത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഓരോ രക്ഷിതാക്കളും കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ കണ്ടിട്ട്, വേദനകൾ കണ്ടിട്ട് പൊട്ടിക്കരയുന്ന ജപ്പാനിലെ പിഞ്ചു മക്കളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്.